3ഉം 4ഉം മൊഡ്യൂൾ പെട്ടെന്ന് തീർന്ന പോലെ തോന്നുന്നുണ്ടോ? അതെ. ക്ലാസ് കഴിഞ്ഞെങ്കിൽ നിങ്ങളെ കാണോ? കാണാലോ. അതെ, കാണാൻ പറ്റുമല്ലോ. അതറിഞ്ഞില്ലേ കാണാൻ പറ്റുമെന്ന്? നമ്മൾക്ക് ഗ്രാജുവേഷൻ സെറിമണി ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോ കോഴ്സ് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് എല്ലാവരും ഒരുമിച്ച് കാണാം. നമുക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണ്ടേ? അതാണ് ഞാൻ പറഞ്ഞ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞില്ലേ പറയാനായിട്ട്. കൺഫേം ആവാത്തൊന്നാണ് പറയാത്തത്. എന്ത് കിട്ടിയാ മതിയായിരുന്നു ഹരികൃഷ്ണ? ഗ്രാജുവേഷൻ സെറിമണി ഇപ്പൊ 5th ബാച്ചിനെ കഴിഞ്ഞിട്ടുള്ളൂ. അത് കഴിയാൻ പോകണുള്ളൂ 50th. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഉണ്ടാവും. 7th 8th അല്ലേ നിങ്ങളിപ്പോ? കുറെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ജയിക്കോളൂ. പിന്നെ ഞങ്ങളല്ലേ പഠിപ്പിക്കണം, നിങ്ങൾ ജയിക്കാതിരിക്കോ? അപ്പൊ കാണാട്ടോ എല്ലാവരും. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടങ്ങ് മാറിക്കിട്ടില്ലേ? നിറ്റിക്ക് എന്ത് പറ്റി അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത? എന്താ വരാൻ പറ്റുന്നവര് മാക്സിമം വരാം കേട്ടോ. ലീവില്ല. രണ്ടായിരിക്കുള്ളൂ. അതിപ്പോ 50th പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെയായിരിക്കും കേട്ടോ. ഓക്കെ, നമുക്ക് പോർഷൻസ് നോക്കാം. നമ്മൾ തീർന്നിട്ടില്ല. ക്ലാസ് കുറച്ച് ദിവസം കൂടി കൂടി തീർക്കണ്ടേ? ഓക്കെ, നമ്മൾ ലൗണ്ടറി സിസ്റ്റം എടുത്തുകൊണ്ടിരിക്കുന്ന സർവീസസ്, ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ് ഫോർ ലൗണ്ടറി ആൻഡ് ലിനൻ സർവീസസിലെ 5 പോയിന്റ്സ് വരെ പറഞ്ഞു അല്ലെ? സ്റ്റാഫ് ഫെസിലിറ്റീസ് വരെ നമ്മൾ പറഞ്ഞു. യെസ്, ചാപ്റ്റർ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. ചാപ്റ്റർ നെയിം ഒന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേ. ചാപ്റ്റർ 19. ഓക്കെ, എന്തൊക്കെ ആവശ്യകതകളാണ് ലൗണ്ടറി സർവീസസിൽ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? 6th പോയിന്റ് ഒടുങ്ങി പറയണം. മൊഡ്യൂൾ 2-ലെയാണ്. മൊഡ്യൂൾ 2 ഒക്കെ ഇപ്പൊ കഴിഞ്ഞു. 3ഉം 4ഉം അല്ല ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. Area for ironing, sewing and mending and clothes drying area. സ്റ്റാഫ് ഫെസിലിറ്റീസ് പോലെ തന്നെ എന്താണ് പിന്നീട് കുറച്ച് ഏരിയാസ് അത്യാവശ്യമായിട്ട് വരുന്നത്. ഏതൊക്കെ ഏരിയാസ് ആണ്? ഒന്ന് അയണിങ് ഏരിയ ഉണ്ടാണ് അല്ലെ? ലിനൻസ് ഒക്കെ ക്ലോത്ത്സ് ഒക്കെ തേക്കുന്നതിന് വേണ്ടിയിട്ട്. ദെൻ സേവിങ് ഏരിയ. സേവിങ് ഏരിയ എന്താണ്? സേവ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? സേവിങ് ആൻഡ് മെൻഡിങ്. സേവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സേവ് അല്ല കേട്ടോ, സേവിങ് ആണോ? 2-ലാണോ ചാപ്റ്റർ എടുക്കണം? ഓക്കെ, എന്തോ ആയിക്കോട്ടെ. പക്ഷെ 3ഉം 4th മൊഡ്യൂളിലാണ് നമുക്ക് എക്സാം വരുന്നത് കേട്ടോ. യെസ്, എങ്ങനെ അയൺ ചെയ്യുന്നതിനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും സേവ് ചെയ്യുന്നതിനും ക്ലോത്ത്സ് ഡ്രൈ ചെയ്യുന്നതിന് എന്താണ് പ്രത്യേകമായിട്ടൊരു ഏരിയ സെപ്പറേറ്റഡ് ആയിട്ട് ഉണ്ടായിരിക്കണം അല്ലെ? എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുപോയത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് അതിന് പ്രത്യേകമായിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും. ഏതെങ്കിലും ക്ലോത്ത്സിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റിച്ചിങ് ഒക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ അതൊക്കെ കൃത്യമായി സ്റ്റിച്ച് ചെയ്യുന്നതിനുള്ള പ്രത്യേക ഏരിയാസ്, അതുപോലെ തന്നെ എന്താണ് അയൺ ചെയ്യുന്നതിനും ഡ്രൈ ചെയ്യുന്നതിനൊക്കെ പ്രത്യേക ഏരിയാസ് അവിടെ ഉണ്ടായിരിക്കും. Then solution preparation and storage. സൊല്യൂഷൻ എന്താണ്? ഏത് തരം ഡിറ്റർജൻസ് ആണ് അല്ലെങ്കിൽ ഏത് തരം സൊല്യൂഷൻസ് ആണ് അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിനും അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനും പ്രത്യേക റൂംസുകൾ ഉണ്ടായിരിക്കണം. Then hand washing facilities. Lockable stores to accommodate materials. മെറ്റീരിയൽസുകളെല്ലാം തന്നെ ക്ലോത്ത്സ് മെറ്റീരിയൽസ് എല്ലാം സേവ് ചെയ്ത് വെക്കുന്നത് അക്കോമഡേറ്റ് ചെയ്യുന്നതിനായിട്ട് ലോക്കബിൾ ആയിട്ടുള്ള സ്റ്റോറുകൾ ഉണ്ടായിരിക്കും. കുറെ സ്റ്റോർ സ്പേസുകൾ ഉണ്ടായിരിക്കും. പലതരത്തിലുള്ള ഷെൽഫുകളായിട്ട് അല്ലെ? ഇതിൽ ഓരോ സ്റ്റോർ റൂം സ്പേസസ് ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് അത് ലോക്കബിൾ ആയിരിക്കും മെറ്റീരിയൽസുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട്.
Then clean linen issuing counter. അതായത് വൃത്തിയാക്കിയ എല്ലാ ക്ലീൻ ലിനൻസ് എല്ലാ ക്ലോത്ത്സും എന്താണ് അത് പ്രത്യേക കൗണ്ടറിലായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലീൻ ആയിട്ടുള്ള ലിനൻസ് കൃത്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക കൗണ്ടേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അത് ലാസ്റ്റ് സെക്ഷനിലായിരിക്കും ആ ഒരു ഏരിയ വരുന്നത്, കൗണ്ടർ സെക്ഷൻ വരുന്നത് കേട്ടോ. പിന്നെന്താണ് സ്റ്റോറേജ് പ്ലേസ് ഫോർ ക്ലീനിങ് ഏജന്റ്സ് സ്റ്റോറിംഗ് ക്ലീൻ ലിനൻ എക്സെട്ര. പിന്നെ എന്തിനൊക്കെ വേണ്ടിയാണ് ക്ലീനിങ് ഏജൻസികൾക്ക് വേണ്ടിയിട്ടും സ്റ്റോർ ക്ലീൻ ഏരിയ ലിനൻസ് ഒക്കെ കൃത്യമായിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു സ്പേസ് ഒരു പ്ലേസ് ഉണ്ടായിരിക്കും. പിന്നെന്താണ് enough space for heavy equipment like washing machine, squeezer, etc. അതായത് ഹെവി മെഷീൻസിനോട് എക്യുപ്മെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാഷിംഗ് മെഷീൻസ്, അതുപോലെ തന്നെ സ്ക്യൂസർ എന്താണ്? സ്ക്യൂസർ ഡ്രസ്സുകൾ ക്ലോത്ത്സിൽ ഡ്രൈ ആക്കി വെക്കുന്നത് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് എന്താ സ്ക്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ കുറച്ചുകൂടി വലുതായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ്, ഹെവി എക്യുപ്മെന്റ്സ് ആണ് അല്ലെ. അപ്പൊ എന്താണ് അതിനു വേണ്ടി ധാരാളം സ്പേസസ് പ്രത്യേകമായിട്ട് laundry സർവീസസിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. Then desk, counters and cabinets to store files and registers. Laundry സർവീസസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡോക്യുമെന്റ്സുകള് കളക്ട് ചെയ്യുന്നതിനും അതിന് പ്രത്യേകമായിട്ടുള്ള ഡെസ്കുകളും കൗണ്ടേഴ്സും ക്യാബിനറ്റ്സുകളും ഒക്കെ ഉണ്ടായിരിക്കാം. ഫയൽസുകളൊക്കെ എന്തിനാ ഫയലുകളും രജിസ്റ്റേഴ്സും ഒക്കെ സേവ് ചെയ്ത് വെക്കുന്നതിന് പ്രത്യേക തരം എന്താണ് ഡെസ്കുകളും കൗണ്ടേഴ്സും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇത്തരം ഏരിയാസ് ആണ്, ഇത്തരം എന്താണ് സ്പേസസ് ആയിരിക്കും പ്രധാനമായിട്ടും ഫെസിലിറ്റീസ് ആയിരിക്കും ലിനൻ സർവീസസിൽ പ്രധാനമായിട്ട് വരുന്ന ഏരിയാസ്. എന്താണ് ഡീകണ്ടാമിനേഷൻ ഏരിയ, സ്ലൂസിങ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഏരിയ വിത്ത് ഫെസിലിറ്റീസ് ഫോർ റിസീവിംഗ്, സ്റ്റോറിംഗ്, സോർട്ടിംഗ്, വാഷർ ലോഡിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. പിന്നെന്താ പ്രൊവിഷൻ ഫോർ സപ്ലൈ ഓഫ് വാട്ടർ, സ്റ്റീം ആൻഡ് പവർ. Then clean linen processing room and staff facilities, area for ironing, sweeping and mending and clothes drying area. Next, solution preparation and storage room, hand washing facilities, lockable store to accommodate materials, clean linen issuing counter, storage place for cleaning agents, storing clean linen, etc. Then enough space for heavy equipments like washing machine and squeezer. Then desk, counters and cabinets to store files and registers. Okay, ഫയലുകളും രജിസ്റ്റേഴ്സും പ്രത്യേകം സേവ് ചെയ്ത് വെക്കുന്നതിന് കൗണ്ടേഴ്സും ഡെസ്കുകളും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന് വീണ്ടും വീണ്ടും പറയണ്ടല്ലോ, മനസ്സിലായില്ലേ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അതിൽ വരുന്നതെന്ന്? ക്ലിയർ ആണോ? അത് 13 പോയിന്റ്സ് ഉള്ള ഓക്കെയാണ്. സുഷ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഷ, ഇന്ന് കുറെ പേര് ക്ലാസ്സിലുണ്ടല്ലോ. ക്ലാസ് ഒക്കെ തീരാറായപ്പോഴാണ് എല്ലാവരും ക്ലാസ്സിലേക്ക് കയറുന്നത് അല്ലെ? അതെ, ഡെയിലി ക്ലാസ്സിൽ കയറുന്നവർ നമുക്ക് കൃത്യമായിട്ട് അറിയാം കേട്ടോ. അതെ, ഹരികൃഷ്ണാണ്. ഓക്കെ, നമുക്കിനി ഇമ്പോർട്ടൻസ് നോക്കാം. ചാപ്റ്റർ നമ്പർ 19, laundry and linen services. രേഷ്മ, ഓക്കെ. നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസസ് ഇൻ ഹോസ്പിറ്റൽസ്. ഒരു ഹോസ്പിറ്റലില് ഈ ലോണ്ടറി സർവീസസിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? എന്തായിരിക്കും അതിന്റെ ഒരു പ്രാധാന്യം? അവിടെ നോക്കാതെ ഒന്ന് പറഞ്ഞേ. എന്തിനു വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലില് ലോണ്ടറി സർവീസസ് ഉണ്ടായിരിക്കേണ്ടത്? അത്യാവശ്യം ഇത് എന്തൊക്കെയാണ്? അവിടെ നോക്കാതെ ഒന്ന് പറഞ്ഞേ. Preventing infection, clean clothes, clean atmosphere, reduce infection. Okay, yes, very good. അത്രേ ഉള്ളൂ അല്ലെ? അത് തന്നെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അല്ലെ?
ഇൻഫെക്ഷൻസ് കുറക്കുന്നതിനും പേഷ്യൻസിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത്സുകൾ ധരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്താ ഒരു സേഫ് ആൻഡ് ഹെൽത്തി എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അത് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ ലൗണ്ടറി സർവീസസുകൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. An efficient and effective linen and laundry services can increase patient experience and reduce the danger of cross-contamination. It is necessary to have clean and hygienic laundry, which would ensure a safe environment for patients and prevent spread of infection. പ്രധാനമായിട്ട് ഇതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിന് സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. മാത്രമല്ല എന്താണ്, എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മലിനമായിട്ടുള്ള യാതൊരു വസ്ത്രങ്ങളും സ്വീകരിക്കാതെ വൃത്തിയുള്ള അല്ലെ ക്ലീൻ ചെയ്തിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അല്ലെ ധരിപ്പിക്കുക എന്നുള്ളതാണ് എന്താ ലൗണ്ടറി സർവീസ് പ്രധാനമായും ചെയ്യുന്നത്. ഓക്കെ, മാത്രമല്ല എന്താണ് സുരക്ഷിതമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പേഷ്യൻസിനും അതുപോലെ തന്നെ എന്താണ് മറ്റു സ്റ്റാഫുകൾക്ക് ഒരേപോലെ തന്നെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാതെ നോക്കുക എന്നുള്ളതുമാണ് എന്താ ലൗണ്ടറി സർവീസസിന്റെ വിവിയൻ ജോസ്. ഹായ്. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ക്ലാസ് കഴിയണേക്ക് മുമ്പായിട്ട് ക്യാമറ ഒന്ന് ഓൺ ചെയ്യാൻ പറ്റുമോ? പറ്റുന്നവര് ഒന്ന് കാണാനാ പറ്റുന്നവര് കേട്ടോ, താല്പര്യമുള്ളവര്, നിർബന്ധിക്കില്ലാരെ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ക്യാമറ ഓൺ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ ഇമ്പോർട്ടൻസ് ഇവിടെ കുറച്ച് നമ്മളൊരു പോയിന്റ്സ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ നോക്കാം. എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ ലൗണ്ടറി സർവീസസിന് ഇമ്പോർട്ടന്റ് എന്തൊക്കെയാന്ന് പറയുന്നത്? പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ, then patients comfort and satisfaction, then aesthetic value, positive public image. എന്താണ് പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻസ്? എന്താണ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻസ്? പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള അണുബാധകൾ ഉണ്ടെങ്കിൽ അത് തടയുന്നത്, പകരുന്നത് തടയുന്നു അല്ലെ. ഇൻഫെക്ഷൻസ് തടയാനായിട്ട് ഇത്തരത്തിലുള്ള സർവീസിലൂടെ നമുക്ക് എന്താണ് സാധിക്കുന്നു. പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻസ്, അണുബാധ പകരുന്നത് തടയുന്നു. പിന്നെന്താണ് പേഷ്യൻസ് കംഫർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. എന്താണ് പേഷ്യന്റ് കംഫർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ? രോഗിയുടെ എന്താണ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് എന്താ ലൗണ്ടറി സർവീസസുകൾ പ്രവർത്തിക്കുന്നത്. വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കണം, സാറ്റിസ്ഫൈഡും ആയിരിക്കണം ആര്? പേഷ്യൻസ്. ദെൻ എസ്തെറ്റിക് വാല്യൂ. എന്താണ് അവിടെ എസ്തെറ്റിക് വാല്യൂ എന്ന് പറയുന്നത്? എസ്തെറ്റിക് വാല്യൂ ഒരു പോയിന്റ് പറയട്ടെ. പേഷ്യൻസ് ആൻഡ് കംഫർട്ട് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് രോഗികൾക്ക് വൃത്തിയുള്ളതും അതുപോലെ തന്നെ എന്താണ് വളരെയധികം സൂട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം ധരിക്കാനായിട്ട്, അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് എന്താണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലെ. വളരെ അവർക്ക് മറ്റ് എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള ഡിസീസ് ഇൻഫെക്ഷൻസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലായിരിക്കണം ആ ക്ലോത്ത്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അത് അത്രയ്ക്കും എങ്ങനെയായിരിക്കണം? ക്ലീൻഡ് ആയിട്ടുള്ള ഡ്രസ്സുകളായിരിക്കണം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എസ്തെറ്റിക് വാല്യൂ. എന്താണ് എസ്തെറ്റിക് വാല്യൂ എന്ന് പറയുന്നത്? ക്ലോത്ത്സുമായി ബന്ധപ്പെട്ടൊന്ന് ആലോചിച്ച് നോക്കി. എസ്തെറ്റിക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ എസ്തെറ്റിക് എന്നുള്ള പദം നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററോ എവിടെയോ പഠിച്ചിട്ടുണ്ട്. ഇതൊരു ചാപ്റ്ററിലെ. അതായത് സൗന്ദര്യാത്മക മൂല്യം എന്ന് പറയാം. അതായത് എന്താണ്? അപ്പൊ അവിടെ കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ലിനൻസ് വളരെയധികം എങ്ങനെയായിരിക്കണം? കാണാൻ അത്യാവശ്യമെങ്കിലും
നിറവും വെളുപ്പൊക്കെ ഉള്ള ഒരു ഡ്രസ്സ് ആയിരിക്കും അല്ലെ, വളരെയധികം എന്താണ് കാണാം. അവരുടെ ഡ്രസ്സ് നമ്മൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലില്, ഇപ്പൊ കോട്സ് എല്ലാം അതൊക്കെ കുറെയൊക്കെ നല്ല ഭംഗിയായിട്ടായിരിക്കും ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ, അതിന്റെ ക്വാളിറ്റി നല്ലതായിരിക്കും. Then clean and beauty, yes, very good, beautiful ആയിട്ടായിരിക്കും ഇത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ അടുത്ത പോയിന്റ് ആയിട്ട് അത് കണക്റ്റഡ് ആണ്. എന്താണ്? ഒരു പോസിറ്റീവ് പബ്ലിക് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. ഒരു പോസിറ്റീവ് പബ്ലിക് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള ചില ഹോസ്പിറ്റൽ, ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കണ്ടിപ്പോ ആസ്റ്റർ മെഡിസിറ്റി കണ്ടു കഴിഞ്ഞാല് അവിടെ ഏറ്റവും താഴെയുള്ള സ്റ്റാഫ് മുതല് മുകളിലത്തെ ടോപ്പ് വരെയുള്ളവർക്ക് എന്താണ് പ്രത്യേക രീതിയിലുള്ള യൂണിഫോംസുകളാണ് അല്ലെ, വളരെ ഭംഗിയാണ് കാണാൻ തന്നെയായിട്ട്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് വരുന്നവർക്ക് വളരെയധികം എന്താണ് കാണുമ്പോൾ തന്നെ വളരെയധികം അട്രാക്ഷൻ തോന്നും അല്ലെ. അതെ, വളരെയധികം ക്വാളിറ്റി ഉള്ള ഡ്രസ്സ്, വെൽ ഡ്രസ്ഡ് ആയിരിക്കുള്ളൂ, ഷൂസ് എല്ലാം, അതുപോലെ തന്നെ ക്യാപ്പ്. ഒരു മിനിറ്റ്. ഓക്കെ, ഇത് ലോണ്ടറി സർവീസസ്. വിപിഎൻ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, അപ്പോ ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസസിന്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ എന്താണ്? പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻസ് അല്ലെ, യാതൊരു വിധത്തിലുള്ള എന്താണ് അണുബാധകൾ പകരുന്നതിൽ തടയാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താണ് പേഷ്യൻസിനെ കംഫർട്ടബിൾ ആയിട്ടും അവരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ എസ്തെറ്റിക് വാല്യൂ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഇടുന്ന ഡ്രസ്സുകളുടെ അല്ലെങ്കിൽ ക്ലോത്ത്സിന്റെ എന്താണ് സൗന്ദര്യം നിലനിർത്തുന്ന തരത്തിലുള്ള ഒരു എന്താണ് ക്ലോത്ത്സ് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കും ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, യാതൊരു വിധത്തിലും അത് മോശമാവാതെ അതിന് വളരെയധികം ക്വാളിറ്റി ഉണ്ടായിരിക്കും, നിറം ഉണ്ടായിരിക്കും, പല കളേഴ്സിലായിരിക്കും അല്ലെ, ഓരോ യൂണിഫോംസും പല കളേഴ്സിലായിരിക്കും. ഓരോ സ്റ്റാഫുകൾക്ക് വേറെ വേറെ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് കളേഴ്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ എന്താണ്, അപ്പൊ അതവിടെ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം അല്ലെ. ദെൻ പോസിറ്റീവ് പബ്ലിക് ഇമേജസ്. ഓക്കെ, അത്രയും ഇമ്പോർട്ടൻസ് ആണ് ലോണ്ടറി സർവീസസിൽ ഒരു ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണോ? 4 പോയിന്റുകള്. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം. പ്ലാനിങ് ഫോർ ഹോസ്പിറ്റൽ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് റിലേസ് ഓൺ. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ലോണ്ടറി സർവീസസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? ഒരു ഹോസ്പിറ്റലില് ലിനൻ സർവീസിന്റെ ആ ഒരു ആസൂത്രണ പ്രക്രിയയില് ഇത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം? ഫസ്റ്റ് വരുന്നത് എന്താണ്? സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ, റിയൽ ഹോസ്പിറ്റൽ, സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ. Then kind of the hospital, availability of linen and laundry services in adjoining areas, then weather conditions, then type of clientele. Okay, അപ്പൊ ഒരു ലോണ്ടറി സർവീസസ് ആസൂത്രണം ചെയ്യുന്ന സമയത്ത് എന്താണ് ഹോസ്പിറ്റലിന്റെ വലിപ്പം കൃത്യമായി നോക്കല്ലേ. അതിപ്പോ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ് അതിനനുസരിച്ചിട്ടുള്ള ഒരു ലോണ്ടറി റൂം തന്നെ അതിന് അത്യാവശ്യമായിട്ട് വരും അല്ലെ. ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളത് മതിയാകും. അപ്പോൾ അതിന്റെ വലിപ്പം അനുസരിച്ച് എത്ര ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട് അതിനനുസരിച്ചിട്ടായിരിക്കും അത് ഡിസൈൻ ചെയ്യുന്നത്. പ്രത്യേകമായിട്ട് അവിടെ ഹോസ്പിറ്റലിന്റെ വലിപ്പം സൈസ് കൃത്യമായിട്ട് അവിടെ നോക്കപ്പെടുന്നുണ്ട്. പിന്നെന്താണ് കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഇതെന്താ പറയുന്നത്? ഇവിടെ കിങ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്നാണോ എടുക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റില്? കൈൻഡ് എന്നാകുന്നു കേട്ടോ, KIND. ഇവിടെ D ആണ്, G ആണോ നടക്കുന്നത്? കൈൻഡ് തന്നെയാണോ എടുക്കുന്നത്? ഓക്കെ, ഇവിടെ കിങ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്നാണ് എടുക്കുന്നത്. കണ്ടോ PDF-ല്? ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലാണ്? ഇപ്പൊ ചിലപ്പോ എന്താണ് കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോ എന്തൊക്കെ വരുന്നത്? കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോ ഇപ്പൊ പ്രൈവറ്റ് ആവാം അല്ലെ, ഗവൺമെന്റ് ആവാം. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും അവിടെ ആ ലോണ്ടറി സർവീസസ് നിർണ്ണയിക്കപ്പെടുന്നത്. പിന്നെ
Availability of linen and laundry services in adjoining multi-speciality hospital, government hospital, private hospital, അങ്ങനെ separated ആയിട്ടുള്ള ടൈപ്സുകൾ ഉണ്ടായിരിക്കും. Okay, third point എന്താണ്? Availability of linen and laundry services in adjoining areas. പിന്നെ എന്താ പറയുന്നത്? മൂന്നാമത്തെ പോയിന്റ്, അത് കൃത്യമായി ലോണ്ടറി സർവീസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? ഏറ്റവും അത്യാവശ്യമായിട്ട് വരേണ്ടത് എന്താണ്? അവൈലബിലിറ്റി ഓഫ് ലിനൻ ആൻഡ് ലൗണ്ടറി സർവീസസ് ഇൻ അഡ്ജോയിങ് ഏരിയാസ്. എന്താ പറയുന്നത്? മറ്റ് ഏരിയാസുമായിട്ട് അല്ലെ, അതായത് മറ്റ് ഏരിയാസ് നമ്മൾ ആദ്യം പറഞ്ഞ സമയത്ത് എന്താണ്? എലവേറ്റേഴ്സ് അടുത്തുണ്ടായിരിക്കണം, വാട്ടർ സപ്ലൈ അതുപോലെ പവർ സപ്ലൈ ഒക്കെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഏരിയാസുകളൊക്കെ കൃത്യമായിട്ട് കണക്ട് ചെയ്യുന്ന തരത്തിലായിരിക്കണം എന്ത്? ലൗണ്ടറിയുടെ സർവീസ് റൂം കൃത്യമായിട്ട് വരേണ്ടത്. പവർ സപ്ലൈ, വാട്ടർ സപ്ലൈ, അതുപോലെ തന്നെ എലവേറ്റേഴ്സ്. പിന്നെന്താണ്? പിന്നെന്ത് ലഭിക്കണം? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. പിന്നെന്ത് ലഭിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്? അതിന്റെ ഡിസൈൻ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ളൊരു ഡിസൈൻ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. സഫിഷ്യന്റ് ഡേ ലൈറ്റും നാച്ചുറൽ വെന്റിലേഷനും കിട്ടുന്ന ഒരു പ്ലേസസിലായിരിക്കണം എന്ത്? ലൗണ്ടറി സർവീസസ് റൂം വരേണ്ടത് അല്ലെ. സഫിഷ്യന്റ് ആയിട്ടുള്ള ഡേ ലൈറ്റും അതുപോലെ തന്നെ എന്താണ്? കൃത്യമായ വെന്റിലേഷൻ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം എന്ത്? ഈ സർവീസസ് ആ റൂം കണ്ടക്ട് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്ന എന്താണ്? വെതർ കണ്ടീഷൻസ്. വായും വെളിച്ചമുള്ള സ്ഥലമായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? വെതർ കണ്ടീഷൻസ്. എന്താ വെതർ കണ്ടീഷൻസ്? വെതർ കണ്ടീഷൻസ് ഒരു ലൗണ്ടറി റൂം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ക്ലൈമറ്റ് ഏറ്റവും പ്രധാനമാണ് അല്ലേ. ഓക്കെ ഓക്കെ അപ്പൊ എങ്ങനെയുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കണം? ഒരു നോർമൽ ക്ലൈമറ്റിലായിരിക്കണം. അത് നോർമൽ ക്ലൈമറ്റിൽ ഉണങ്ങാൻ തരത്തിലുള്ള പാകത്തിനായിരിക്കണം അതിന്റെ മറ്റു ക്ലോത്ത്സുകളൊക്കെ ഡ്രൈ ആക്കുന്ന സമയത്ത് അതിനെ പറ്റിയുള്ള ഒരു വെതർ കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് വേണം അത്. അതായത് കൃത്യമായ വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം ഏകദേശം എന്താ മറ്റു കോട്ടൺസ് അല്ലെങ്കിൽ വലിയ വലിയ ബെഡ്ഷീറ്റ്സുകളൊക്കെ എന്താണ് വിരിച്ചിടേണ്ടി വരും അല്ലെ. അപ്പൊ അതൊക്കെ കൃത്യമായ സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം അതൊക്കെ ചിട്ടപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പൊ വെതർ കണ്ടീഷൻസ് കൃത്യമായി കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം അത് ആ റൂം പ്ലാൻ ചെയ്യുന്നത്. പിന്നെന്താണ്? ടൈപ്പ് ഓഫ് ക്ലൈൻറ്റൈൽ. ടൈപ്പ് ഓഫ് ക്ലൈൻറ്റൈൽ അതായത് ഉപഭോക്താക്കളുടെ തരം. ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ആരാണ് ഇവിടെ? ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ആരാ? ക്ലൈൻറ്റൈൽ എന്ന് പറയുന്നത് ആരാണ്? പേഷ്യൻസ് അല്ലെ. ഹെവി പേഷ്യൻസ് ഉണ്ടാവാം. പിന്നെന്താണ്? പിന്നെ എങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ടാവാം? പേഷ്യൻസ് തന്നെ പേഷ്യൻസ് ഉണ്ടായിരിക്കും, ഇഞ്ചേർഡ്, ക്രിട്ടിക്കൽ, അങ്ങനെ പലതരത്തിലുണ്ട്. അപ്പൊ നമ്മൾ ക്ലോത്ത്സ് തന്നെ പലതരത്തിലായിരിക്കും എന്ന് പറഞ്ഞാലേ. അപ്പൊ എന്താണ്? അതുപോലെ പല സ്റ്റേജസിലുള്ള പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അവരുടെ എന്താണ് ആ ഉപഭോക്താക്കളുടെ തരം അനുസരിച്ച് ചില പേഷ്യൻസിന്റെ തരം അനുസരിച്ചിട്ടായിരിക്കും എന്ത് ഡ്രസ്സുകളുടെ ടൈപ്പുകൾ അവിടെ രൂപകൽപ്പന ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അതുപോലെ ഗൗൺസ്, കോട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രത്യേക രീതിയിലായിരിക്കും അത്. ഓരോ ഏരിയ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയായിരിക്കണം, ഇപ്പൊ OT-യിൽ എങ്ങനെയായിരിക്കണം, ലേബർ റൂമിൽ എങ്ങനെയായിരിക്കണം, അതിനനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഓരോ വസ്ത്രധാരണ രീതിയിൽ. അപ്പൊ അതിനനുസരിച്ച് ഉള്ള എന്താണ് ടൈപ്സ് ഒക്കെ കൃത്യമായിട്ട് അതായത് പേഷ്യൻസിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച്, അതായത് പേഷ്യൻസ് ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ അഡ്മിറ്റ് ആവുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള ടൈപ്സ് ആയിരിക്കണം എന്ത് പ്രത്യേകമായിട്ട് ക്ലോത്ത്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു ലൗണ്ടറി സർവീസസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ആസൂത്രണം ചെയ്യുന്ന സമയത്ത് സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ദെൻ കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ് കുറച്ചുകൂടി ഫെസിലിറ്റീസ് കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എന്താണ് ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എന്താണ് ഒരുപാട് ലൗണ്ടറി റൂം ആവശ്യമായിട്ട് വരില്ല, ഒരുപാട് സ്പേസസും അതിൽ ആവശ്യമായിട്ട് വരില്ല അല്ലെ ചെറിയ ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ. പിന്നെന്താണ്? അവൈലബിലിറ്റി ഓഫ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് ഇൻ അഡ്ജോയിങ് ഏരിയാസ്. മറ്റ് ഏരിയാസുമായിട്ട് കൃത്യമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്ത് ഇത് പ്ലാൻ ചെയ്യേണ്ടത്. ആ റൂം
കൃത്യമായിട്ട് പ്ലാൻ ചെയ്യേണ്ടത്. പ്രത്യേകമായിട്ട് എവിടെയൊക്കെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം, എലവേറ്റേഴ്സിന് തൊട്ടടുത്തായിരിക്കണം, വാട്ടർ സപ്ലൈ, പവർ സപ്ലൈക്ക് കൃത്യമായിട്ട് അവൈലബിൾ ആവുന്ന തരത്തിലായിരിക്കണം അതിന്റെ റൂം സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ വെതർ കണ്ടീഷൻസ് നോക്കണം. ദെൻ ടൈപ്പ് ഓഫ് ക്ലൈന്റേഴ്സ്, ഏത് ടൈപ്സ് പേഷ്യൻസിനാണ്, ഏത് ടൈപ്പ് വസ്ത്രങ്ങളാണെന്നുള്ളത് തീരുമാനിച്ചിട്ട് വേണമെന്ന്. അത്തരം കാര്യങ്ങളായിരിക്കണം ഒരു ലൗണ്ടറി ഹോസ്പിറ്റലില് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്താണ് എടുക്കേണ്ട കുറെ പോയിന്റ്സുകൾ എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം ആ ഒരു ലൗണ്ടറി റൂം എന്താണ് തയ്യാറാക്കപ്പെടേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? അത് ആ കുറച്ച് പോയിന്റ്സ് ക്ലിയർ ആണോ? ഇതിൽ സംശയം ഉണ്ടാവും? കുറച്ച് വേഗം പോട്ടോ, കുറച്ച് ദിവസമല്ലേ ഉള്ളതുണ്ടോ? യെസ്, ഓക്കെ. Mechanized laundry services has been established as the best method for washing linen. It is not only convenient but safe, dependable and cheaper when compared with the other methods. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? മെക്കാനൈസ്ഡ് ലൗണ്ടറി സർവീസസ്, അതെന്താണ്? യന്ത്രവൽകൃതമായിട്ടുള്ള ആ ഒരു മാർഗം ഉപയോഗിച്ച്, യന്ത്രവൽകൃതമാക്കുക എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ എന്താണ്? മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ് അല്ലെ, മെഷീൻസ് യൂസ് ചെയ്തിട്ടാണ് എന്താ ആ ക്ലോത്ത്സുകൾ വാഷ് ചെയ്യപ്പെടുന്നത് അല്ലെ. ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായ ഒരു എന്താണ് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് കൊണ്ടാണ് എന്താണ് ഈ ക്ലോത്ത്സുകളെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ലിനൻ വാഷ് ചെയ്യുന്നതിന് ഏറ്റവും മികച്ച മാർഗമായിട്ടാണ് എന്ത് സ്വീകരിച്ചിരിക്കുന്നത്? മെക്കാനൈസ്ഡ് ലൗണ്ടറി സർവീസസുകൾ ഹോസ്പിറ്റലിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾക്ക് ഒരു മാൻ പവർ വെച്ചിട്ട് ഇത്രയും ക്ലോത്ത്സുകൾ ഒരുമിച്ച് വാഷ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടാണ് അല്ലെ. മാൻ പവർ ഉപയോഗിച്ചിട്ട് അതൊരിക്കലും സാധ്യമായ ഒരു കാര്യമല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് മെക്കാനൈസ്ഡ് ലൗണ്ടറി സർവീസസുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രത്യേകമായിട്ട് എന്താണ് വാഷിംഗ് മെഷീൻസ്, സ്ക്വീസർ, അതേപോലത്തെ ഡ്രൈയിങ് മെഷീൻസ് ഒക്കെ പ്രത്യേകമായിട്ട് അവിടെ ഉപയോഗിക്കപ്പെടുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി കൺവീനിയന്റ് ബട്ട് സേഫ്. അത് വളരെ എങ്ങനെയായിരിക്കും? ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് വാഷ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഉപകാരപ്രദമാണോ? അത് സേഫ് ആണ് അല്ലെ, സേഫ് ആണ്. അതുപോലെ തന്നെ എന്താണ് നമുക്ക് മറ്റു മെത്തേഡ്സിനേക്കാളും വിശ്വസനീയമായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് എന്താണ് ക്ലോത്ത്സുകളെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ് എന്ത് ഇത്തരത്തിലുള്ള വാഷിംഗ് മെഷീൻസ് അല്ലെങ്കിൽ മറ്റ് ക്ലോത്ത്സ് ക്ലീൻ ചെയ്യുന്ന മറ്റ് ഉപകരണങ്ങൾ. ഓക്കെ, അതായത് മറ്റ് രീതികളുമായിട്ട് താരതമ്യം ചെയ്യപ്പെടുമ്പോൾ എന്താണ് ഇത് സൗകര്യപ്രദവും മാത്രമല്ല വളരെയധികം വിശ്വസനീയമായിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത് മെക്കാനൈസ്ഡ് ലൗണ്ടറി സിസ്റ്റംസുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. then and cheaper when compared with other methods. cheaper എന്ന് ഉദ്ദേശിക്കുന്നതാണ് വില കുറഞ്ഞ രീതിയിൽ എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഓക്കെ, അതാണ് അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. അവിടെ വരെ മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങള്? ഒന്ന് നമ്മൾ ഇമ്പോർട്ടൻസ് പറഞ്ഞു, പിന്നെ ഒരു ഹോസ്പിറ്റൽ ലൗണ്ടറി സിസ്റ്റം എങ്ങനെ പ്ലാൻ ചെയ്യും എന്നൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ് മെക്കാനിക്കൽ ലൗണ്ടറി സർവീസസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾക്ക് അറിയാം ഒരു ഹോസ്പിറ്റലിൽ ഇത്തരത്തിലുള്ള സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ചില ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്താണ് ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യാതെ അത് ഔട്ട്സോഴ്സേഴ്സ് അതായത് പുറത്ത് എക്സ്റ്റേണൽ ഏജൻസിനെ ഇത് ഏൽപ്പിക്കാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ട് വേണ്ടിയിട്ടാണ് നോക്കാം. വൈ ആർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചൂസിങ് ഔട്ട്സോഴ്സ്? ഔട്ട്സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്സോഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള പുറത്തുള്ള ഏജൻസികൾക്ക് കൊടുക്കും ഈ ക്ലോത്ത്സുകൾ അല്ലെ, പുറത്ത് കൊടുത്തിട്ട് ചെയ്യാം. അതിന്റെ ബെനിഫിറ്റ് എന്താണ്? കാര്യമുണ്ട് അല്ലെ, നോക്കാം. Having a laundry department involves lot of labor, advanced machineries, materials and cost. ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ലേബർ, ഒരുപാട് ലേബേഴ്സ് തൊഴിലാളികൾ ആവശ്യമായി വരുന്നു, അഡ്വാൻസ് മെഷീനറീസ് ആവശ്യമായി വരുന്നു, പിന്നെ എന്താണ് മെറ്റീരിയൽസും കോസ്റ്റ് ഒക്കെ ഒരുപാട് ആവശ്യമായി വരുന്ന ഒരു സമയമാണ്. ഓക്കെ, അപ്പൊ അത് ഒരു ഹോസ്പിറ്റലിൽ തന്നെ ചിലപ്പോ അത് കൃത്യമായിട്ട് എന്താണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പൊ എന്താണ് പിന്നെ അതുപോലെ എന്താണ് ഒരുപാട് ലേബേഴ്സിനെ അതിൽ ഉൾപ്പെടുത്താനൊക്കെ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്താണ്
ചിലവുകൾ കൂടിയ പരിപാടിയാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, എക്സ്റ്റേണൽ ഏജൻസി, അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ ഏജൻസിനെ എന്ത് ചെയ്യും, ഈ ലോണ്ടറി ചെയ്യുന്നതിനായിട്ട് വസ്ത്രങ്ങളെ കൃത്യമായി ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പുറത്തുള്ള ഒരു എക്സ്റ്റേണൽ ഏജൻസിനെ ഏൽപ്പിക്കുകയാണ് അല്ലെ. ഓക്കെ, അപ്പൊ അവരെയാണ് നമ്മൾ ഔട്ട്സോഴ്സേഴ്സ് എന്ന് പറയുന്നത്. അതായത് മെഡിക്കൽ ലിനൻസ് ആർ ഓൾവേസ് എക്സ്പോസ്ഡ്, ഇവിടെ ലിനൻസ് എന്നാണ് IMENS എന്നാണ് എടുക്കുന്നത്, സ്പെല്ലിംഗ് തെറ്റാണ്. യെസ്, ആർ ഓൾവേസ് എക്സ്പോസ്ഡ് ടു ഇൻഫെക്ഷൻ ആൻഡ് ഡേഞ്ചറസ് മെറ്റീരിയൽ അല്ലെ. മെഡിക്കൽ വസ്ത്രങ്ങളെ സംബന്ധിക്കും എന്താണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകളായിരിക്കും, അത് ക്ലോത്ത്സ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അപ്പൊ അതെന്താണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും. അപ്പോൾ അതിന് കൃത്യമായ ഒരു, അതായത് ഈ ആക്ച്വൽ പ്രൊസീജിയേഴ്സ് ആർ നോട്ട് ഫോളോഡ്, നമ്മൾ കൃത്യമായ രീതിയിൽ അതിന് ആ പ്രൊസീജിയേഴ്സ് സ്വീകരിച്ചില്ലെങ്കിൽ, ഇത്തരം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ക്ലോത്ത്സുകൾ കൃത്യമായ രീതിയിൽ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചിട്ട് എന്താണ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ എന്താണ് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല എന്താണ് have a major effect on the quality of service provided. അപ്പൊ ആ ക്ലോത്ത്സിന്റെ ക്വാളിറ്റി തന്നെ നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതിന് പുറത്ത് പ്രൊഫഷണൽ ആയിട്ടുള്ള മെഡിക്കലി ലോണ്ടറി സർവീസസ്, അതായത് എക്സ്റ്റേണൽ ഏജൻസിക്ക് വേണ്ടിയിട്ട് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സുകൾ മറ്റ് ഏജൻസികൾക്ക് പുറത്ത് ഏൽപ്പിക്കുന്നു, ഇത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഇസ് ടു ഹാൻഡിൽ ഹോസ്പിറ്റൽ ഡിലേ, അതായത് ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഒരുപാട് ലേബേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ എന്താണ് പിന്നീട് അതൊക്കെ കഴുകാനായിട്ട് വളരെയധികം അഡ്വാൻസ് മെഷീനറീസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അത് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഔട്ട്സോഴ്സേഴ്സിന് അത് ഏൽപ്പിക്കുന്നത്, എക്സ്റ്റേണൽ ഏജൻസിനെ പുറത്തു കൊടുപ്പിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് എങ്ങനെയായിരിക്കും, എങ്ങനെയുള്ളൊരു സർവീസസ് ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? ഹൈ ലെവൽ ഓഫ് കെയർ ആയിരിക്കും അല്ലെ. എക്സ്റ്റേണൽ ഏജൻസി ടു ഹാൻഡിൽ hospital linen with a high level of care as per the specialized needs is known as outsourcing. അപ്പൊ കൊടുക്കുന്ന ഏജൻസികൾ എന്താണ് വളരെയധികം കൃത്യമായിട്ട് തന്നെ എന്താണ് ഹൈ ക്വാളിറ്റി തന്നെ അത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്തിട്ടായിരിക്കും, അതായത് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ഹൈ ലെവൽ സർവീസസ് ആയിരിക്കും അവർ ഗുഡ് ക്വാളിറ്റിയിലൂടെ ആ ക്ലോത്ത്സുകൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്, ഇറ്റ് ഇസ് നോൺ ആസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ എന്താണ് ഹോസ്പിറ്റലില് എക്സ്റ്റേണൽ ഏജൻസിനെ ഉപയോഗിച്ചുകൊണ്ടിട്ട് ഹോസ്പിറ്റൽ വസ്ത്രങ്ങൾ, അതായത് ലിനൻസുകൾ കൃത്യമായിട്ട് അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്റ്റേണൽ ഏജൻസിന് അത് കൊടുക്കുന്നത്. ഓക്കെ, അതായത് അവരുടെ ഹോസ്പിറ്റലിന്റെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് അവര് എന്തുകൊണ്ടായിരിക്കും അവരുടെ കയ്യിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള മെത്തേഡ്സുകൾ മെഷീനറീസുകളൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ് അലോട്ട് ഓഫ് ലേബേഴ്സും അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പൊ അവരെ കൃത്യമായ ഒരു ക്വാളിറ്റിയിൽ എന്ത് ചെയ്തു തരും, കൊടുക്കുന്ന വസ്ത്രങ്ങളെ കൃത്യമായ ക്വാളിറ്റിയിൽ നമുക്ക് തിരിച്ചു തരുന്നതായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എക്സ്റ്റേണൽ ഏജൻസിനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സുകൾ ഏൽപ്പിക്കുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, it depends on practicability, size and economic of the hospital. അപ്പൊ അതെങ്ങനെയായിരിക്കും ഔട്ട്സോഴ്സിന് ഏൽപ്പിക്കുക എന്ന് പറയുന്നത്? ഇപ്പോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും പ്രത്യേകം അവരെ ഇക്കണോമിക്കലി സ്റ്റാറ്റസ് ആയിരിക്കും അല്ലേ, എന്താണ് ഇക്കണോമിക്കലി മുമ്പോട്ടാണെന്ന് പറയാൻ എങ്ങനെ എന്താ പറയുന്നത്, സാമ്പത്തിക ഭദ്രത കൂടിയ ഹോസ്പിറ്റലുകൾ ഉണ്ടായിരിക്കും അല്ലെ, ഹൈ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് എന്താണ് അത് പുറത്ത് കൊടുത്ത് ചെയ്താലും അവർക്ക് വേറെ നഷ്ടമൊന്നും അവിടെ വരുന്നില്ല അല്ലെ. അപ്പൊ അവരുടെ ഹോസ്പിറ്റലിന്റെ സർവീസസുകൾ കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും, പക്ഷെ അവർക്ക് അവിടെ പൈസ പോകുന്നതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, അത് ഓരോ ഹോസ്പിറ്റലിന്റെ ഇക്കണോമിക് സ്റ്റാറ്റസും സൈസും പ്രാക്ടിക്കബിലിറ്റിയൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഇത്തരത്തിൽ എക്സ്റ്റേണൽ ഏജൻസിനെ ഏൽപ്പിക്കുന്നത്. ഓക്കെ, while selecting a laundry services, administrator have to consider the following factors such as. അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇങ്ങനെ എക്സ്റ്റേണൽ ഏജൻസിനെ ഏൽപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രത്യേകമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകും എന്ന് അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. എന്തൊക്കെയായിരിക്കും? സർവീസ് ക്വാളിറ്റി നോക്കിയിട്ടായിരിക്കും അല്ലെ, സർവീസ് ക്വാളിറ്റീസ് നോക്കും. അതുപോലെ തന്നെ എന്താണ് റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസസ്, റെപ്യൂട്ടേഷൻ ഓഫ് ദ സേവനത്തിന്റെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ടെന്ന് നോക്കും. പിന്നെ പ്രൈസിങ് എക്വിപ്മെന്റ് യൂസ്ഡ്, അവർ എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് ആണ് അവർ ഉപയോഗിക്കുന്നത്,
ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും എന്താ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എക്സ്റ്റേണൽ ഏജൻസിക്ക് എന്ത് കൊടുക്കുന്നത്? ലോണ്ടറി സർവീസസിന് വേണ്ടിയിട്ട് ക്ലോത്ത്സുകൾ കൊടുക്കുന്നത്. ഓക്കെ, അതായത് അവരുടെ സർവീസ് ക്വാളിറ്റി എങ്ങനെയാണെന്ന് നോക്കും, എങ്ങനെയാണുള്ള സേവനമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അവരുടെ റെപ്യൂട്ടേഷൻ എങ്ങനെയാണ്, അവരുടെ ആ സേവനത്തിന് എത്രത്തോളം ഗുണനിലവാരം ഉണ്ട്, പിന്നെന്താണ് എത്രത്തോളം പ്രൈസിങ് എക്യുപ്മെന്റ്സ് ആണ് അവരവിടെ യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവരുടെ ഹോസ്പിറ്റലിന്റെ ക്ലോത്ത്സുകൾ മറ്റ് ഏജൻസികൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ കാര്യം? യെസ്. ഇനി നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. എന്തൊക്കെ ഗുണങ്ങളാണ് ഒരു ഔട്ട്സോഴ്സിംഗില് സർവീസസിൽ ക്ലോത്ത്സിൽ കൊടുക്കുന്ന സമയത്ത്? എന്തൊക്കെ ഗുണങ്ങളായിരിക്കാം? അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് ആർ more cost effective solution. മോർ കോസ്റ്റ് ആയിരിക്കും എങ്കിലും എന്താണ് എഫക്റ്റീവ് ആയിട്ടത് എഫക്റ്റീവായിട്ട് കൃത്യമായിട്ട് ക്ലീൻ ചെയ്തിട്ട് ആ ഡ്രസ്സുകൾ നമുക്ക് എന്താണ് ഹോസ്പിറ്റലിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെന്താണ് ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് ഫെസിലിറ്റീസ് എന്നാണ്, ടവറിന് വേണ്ട ഫെസിലിറ്റീസ് എന്നാണ്. ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് ഫെസിലിറ്റീസ്. എന്താണ് ഇൻക്രീസ് ആൻഡ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്? അത് വായിച്ചു നോക്കിയേ. ആ കൊടുക്കുന്ന പ്രൊഡക്ട്സിന്റെ ആ ഒരു എന്താണ് എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് അല്ലെ, നല്ല കൃത്യമായ രീതിയിൽ ആ കൊടുക്കുന്ന പ്രൊഡക്ട്സ് എന്താണ് കൊടുക്കുന്ന ലിനൻസ് ഒക്കെ കൃത്യമായ രീതിയിൽ എന്താണ് കാര്യക്ഷമമായ രീതിയിൽ അത് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. ഇംപ്രൂവ്ഡ് മാക്സിമം സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ എന്തായിട്ട് കൊടുക്കുന്ന വസ്ത്രങ്ങൾ നമുക്ക് തിരിച്ചു വാങ്ങാൻ സാധിക്കും. പിന്നെന്താണ് ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. വളരെയധികം ക്വാളിറ്റി ആയിട്ടുള്ള വളരെയധികം നല്ല ക്വാളിറ്റിയിലായിരിക്കും എന്താ ഹോസ്പിറ്റൽ എക്സ്റ്റേണൽ ഏജൻസീസ് ഹോസ്പിറ്റലിന് അത്ര കൊടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ തിരിച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്വാളിറ്റി കെയർ ഉണ്ടായിരിക്കും. അപ്പൊ എങ്ങനെയാണ് അഡ്വാൻറ്റേജസ് ഒക്കെ എന്തൊക്കെയാണ് ഔട്ട്സോഴ്സിന്റെ? മോർ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ ആയിരിക്കും, മോർ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ ആയിരിക്കും. ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് ഫെസിലിറ്റീസ്. പിന്നെ ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. ഓക്കെ, അപ്പൊ 3 അഡ്വാൻറ്റേജസുകൾ പഠിക്കണം കേട്ടോ. എക്സാമിന് ചോദിക്കാറുണ്ട് 3 അഡ്വാൻറ്റേജസ് പഠിക്കാം. എന്താണ് സുഷ? ചോദിച്ചോളൂ. ഓക്കെ, ടൈപ്പ് ചെയ്തപ്പോ മാറുന്നതാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഔട്ട്സോഴ്സിംഗ് എന്താണെന്ന് മനസ്സിലായോ? ഔട്ട്സോഴ്സിംഗ് ക്ലിയർ ആണോ? ഔട്ട്സോഴ്സിംഗ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എക്സ്റ്റേണൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള മെഡിക്കൽ ലോണ്ടറി സർവീസസിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സുകൾ പുറത്തു കൊണ്ടുപോയിട്ടാണ് പുറത്തു കൊടുക്കുന്ന ആ ഒരു സിസ്റ്റമാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽസ് നോക്കാം. അപ്പൊ ഈ ക്ലോത്ത്സുകൾ പല ടൈപ്പിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, തരംതിരിച്ചിരിക്കുന്നത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽസ്. ആ ഭാഗം ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ 4 കാറ്റഗറി ആയിട്ട് അത് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നെന്താണ് ജനറൽ പർപ്പസ് ലിനൻ, പേഷ്യന്റ് ലിനൻ, വാർഡ് ലിനൻ, OT ലേബർ റൂം, പ്രൊസീജിയർ റൂം ലിനൻ. ഇങ്ങനെ 4 കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ലിനൻ തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ എന്താണ് ജനറൽ പർപ്പസ് ലിനൻ. ജനറൽ പർപ്പസിന് ഉപയോഗിക്കുന്ന എന്തൊക്കെ ലിനൻസ് ആണ്? കർട്ടൻസ്, സ്ക്രീൻസ്, ടേബിൾ കോട്ട്സ് എക്സെട്ര. കർട്ടൻസിനും സ്ക്രീൻസിനും ടേബിളിനൊക്കെ വേണ്ടി വിരിക്കുന്ന തരത്തിലുള്ള ക്ലോത്ത്സ് ഒക്കെ ഉൾപ്പെടുന്ന ഏതിലാണ്? പുറത്തുള്ള മെയിൻ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ആവശ്യത്തിനുള്ളതാണ് ഇത് ജനറൽ പർപ്പസ് ലിനൻ എന്ന് പറയുന്നത്. കർട്ടൻസ്, സ്ക്രീൻസ്, ടേബിൾസ്, ക്ലോത്ത്സ് എക്സെട്ര. ഇനി
രണ്ടാമത്തേത് എന്താണ്? പേഷ്യന്റ് ലിനൻ. പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ്? പേഷ്യന്റ് ക്ലോത്തിങ് ഇൻക്ലൂഡിങ് ഗൗൺ, കോട്ട്സ് എക്സെട്ര. പേഷ്യന്റ് ലിനനിൽ എന്തൊക്കെയാണ് വരുന്നത്? പേഷ്യന്റ് ക്ലോത്തിങ് ഇൻക്ലൂഡിങ്, അതിൽ എന്തൊക്കെയാണ്? പേഷ്യന്റ് ക്ലോത്തിങ് എന്ന് പറയുമ്പോൾ ഗൗൺസ്, കോട്ട്സ് എക്സെട്ര. ഓക്കെ, അതിൽ ക്യാപ്പ്, മാസ്ക് ഒക്കെ ഉൾപ്പെടാം കേട്ടോ. ക്യാപ്പ് ഒക്കെ ഉൾപ്പെടും. ഇപ്പൊ തുണിയുടെ മാസ്ക്, ക്യാപ്പുകളൊക്കെ ഉണ്ട്, അതൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്, അതൊക്കെ കൊടുത്തിട്ടില്ല. പിന്നെ വാർഡ് ലിനനില്, വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലോത്ത്സ് ഏതൊക്കെയാണ്? ക്ലോത്തിങ് യൂസ്ഡ് ഇൻ വാർഡ് ലൈക്ക് ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, പില്ലോ കവേഴ്സ് എക്സെട്ര. ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, പില്ലോ കവേഴ്സ് എക്സെട്ര. ഇനി OT, അതായത് ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, പ്രൊസീജിയർ റൂമിലേക്ക് ഉപയോഗിക്കുന്ന ലിനൻ ഏതൊക്കെയാണ്? സർജറിക്കൽ ഗൗൺസ്, സ്ക്രബ് സ്യൂട്ട്സ്, ഗൗൺ, ക്യാപ്പ് എക്സെട്ര. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായോ? എന്തൊക്കെയാണ് ജനറൽ പർപ്പസ് ലിനന്? കർട്ടൻ, സ്ക്രീൻസ്, ടേബിൾ, ക്ലോത്ത്സ് എക്സെട്ര. ദെൻ പേഷ്യന്റ് ലിനൻ വരുന്നതിൽ ഗൗൺസ്, കോട്ട്സ് ഉൾപ്പെടുന്നു. വാർഡ് ലിനനിലെ ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, പില്ലോ കവേഴ്സ്. ദെൻ OT, ലേബർ റൂം, പ്രൊസീജിയർ റൂംസിലേക്ക് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? സർജറിക്കൽ ഗൗൺസ്, സ്ക്രബ് സ്യൂട്ട്സ്, ഗൗൺ, ക്യാപ്പ് എക്സെട്ര. ഈ 4 കാറ്റഗറൈസ് ചെയ്തിട്ടാണ് എന്ത് ലിനൻ ഓരോ ഹോസ്പിറ്റലും തരംതിരിച്ചിരിക്കുന്നത്. സ്ക്രബ് സ്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് നമ്മുടെ പ്രൊസീജിയേഴ്സ് റൂമിൽ ഉപയോഗിക്കുന്ന ക്ലോത്ത്സ് ആണ്. അതായത് മെഡിക്കൽ പ്രൊഫഷണൽസ് ആയിരിക്കും സ്ക്രബ് സ്യൂട്ട്സിൽ ഉപയോഗിക്കുന്നത്. അതായത് പ്രൊട്ടക്റ്റീവ് വെയർ ഉപയോഗിക്കില്ല, അതന്നെ സംഭവം. PPE ഉപയോഗിക്കുന്ന അതിൽ ഉൾപ്പെടുന്ന സാധനങ്ങൾ തന്നെയാണ് സ്ക്രബ് സ്യൂട്ടിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് വെയർസ് ഉപയോഗിക്കില്ല. അത് ഫുൾ കംപ്ലീറ്റഡ് ആയിട്ട് അതെന്താണ് കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സുകളായിരിക്കും സ്ക്രബ് സ്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. യെസ്. ഓക്കെ, ആ നാല് കാറ്റഗറീസും അറിയാലോ, മനസ്സിലായോ? 4 ക്ലാസിഫിക്കേഷൻ. ശരിക്കും പറഞ്ഞാൽ PPE നമ്മൾ കംപ്ലീറ്റ് പറയുന്നത് സ്ക്രബ് സ്യൂട്ട് എന്ന് തന്നെയാണ്. എല്ലാ പേഴ്സണൽ വെയർസ് ഉൾപ്പെടുന്നത് സ്ക്രബ് സ്യൂട്ടിലാണ് കേട്ടോ. യെസ്. Proper healthcare laundry procedures and disinfecting are very important to infection control and prevention of spread of diseases. It is very important to establish and carry out healthcare laundry guidelines to make sure that staff have the right protection and safety. എന്താ പറയുന്നത്? പ്രോപ്പർ ഹെൽത്ത് കെയർ ലൗണ്ടറി പ്രൊസീജിയേഴ്സ്. പ്രോപ്പർ ഹെൽത്ത് കെയർ ലൗണ്ടറി പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചാൽ മാത്രമേ ഇത്തരത്തില് നമുക്ക് ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട്, ഡിസിൻഫെക്ട് ചെയ്യാനും എന്താണ് ഇൻഫെക്ഷൻ നിന്ന് മറ്റ് ഡിസീസസ് പകരാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് അത് ഡിസിൻഫെക്ട് ചെയ്യുന്നത്. കൃത്യമായ ലൗണ്ടറി പ്രൊസീജിയേഴ്സുകൾ ഉപയോഗിച്ചിട്ടാണ്. ഏതൊക്കെ ലൗണ്ടറി പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്? ലൗണ്ടറി പ്രൊസീജിയേഴ്സിൽ പറഞ്ഞില്ലേ, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞല്ലോ. ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ക്ലോത്ത്സില് സ്റ്റെയിൻഡ് ആയിട്ടുള്ള കണ്ടാമിനേഷൻസ് നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യുന്നത്? ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്? കളക്ട്, സോർട്ടിങ്, എക്സാക്റ്റിംഗ്, മെന്റിങ് ഒക്കെ പറഞ്ഞില്ലേ, ഫോൾഡിങ്. ഓക്കെ, യെസ്. അപ്പൊ അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് ആണ് അല്ലെ. അത് ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ ഹോസ്പിറ്റൽസിലും ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാതെ ക്ലോത്ത്സ് കൃത്യമായിട്ട് ഡിസിൻഫെക്ട് ചെയ്യുന്നത്. ആ പ്രോസസ്സ് കൃത്യമായിട്ട് എല്ലാ ഹോസ്പിറ്റലിലും അതേപോലെ തന്നെയാണ് ഉപയോഗിക്കപ്പെടുന്നത്. It is very important to establish and carry out healthcare laundry guidelines to make sure that staff have the right protection and safety. അപ്പോൾ ഇത്തരത്തിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതുമായി ഇടപെടുന്ന സ്റ്റാഫുകൾ അല്ലെ, അവർക്ക് പ്രത്യേകമായിട്ട് അവർക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണ് അല്ലെ, റൈറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷനും അതായത് അവരുടെ സേഫ്റ്റി കൂടി ഉറപ്പുവരുത്തിയിട്ട് വേണമെന്ന് അവർ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ലൗണ്ടറി ഗൈഡ് ലൈൻസുകളൊക്കെ പ്രത്യേകം അനുശാസിച്ചിട്ട് വേണം ആ സ്റ്റാഫുകള് ലൗണ്ടറി സർവീസസിൽ പ്രവർത്തിക്കേണ്ടത്. എന്തൊക്കെ കോമൺ പ്രാക്ടീസസ് ആണ് പ്രത്യേകമായിട്ടും സ്റ്റാഫുകൾ അവിടെ കൈകാര്യം ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് നമുക്കറിയാം അല്ലെ. യൂസ് PPE അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് വെയർസ്, എക്യുപ്മെന്റ്സുകൾ ഉപയോഗിച്ചിരിക്കണം. പിന്നെന്താണ്?
ബാഗ്സ് ടു കളക്ട് സ്റ്റെയിൻഡ് ലിനൻ. മലിനമായിട്ടുള്ള ലിനൻസ് കളക്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് എന്താണ് ബാഗ്സിൽ ഉണ്ടായിരിക്കും. അതിൽ തന്നെ ആയിരിക്കണം അത് കൃത്യമായിട്ട് കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ലേബിൾഡ് ബാഗ്സുകൾ ഉണ്ടായിരിക്കും. പിന്നെന്താണ് സ്റ്റോർ സ്റ്റെയിൻഡ് ആൻഡ് ക്ലീൻ ലോണ്ടറി സെപ്പറേറ്റ്ലി. പിന്നെന്താണ് മൂന്നാമത്തെ പോയിന്റ് എന്താണ് സ്റ്റോർ സ്റ്റെയിൻഡ് ആൻഡ് ക്ലീൻ ലോണ്ടറി സെപ്പറേറ്റ്ലി. അതായത് സ്റ്റെയിൻഡ് ആയിട്ടുള്ളതും മലിനമായിട്ടുള്ളതും അതുപോലെ തന്നെ എന്താണ് ക്ലീൻ ആയിട്ടുള്ള ലോണ്ടറീസ് എന്താണ് സെപ്പറേറ്റ് ആയിട്ടായിരിക്കണം അത് അല്ലെ, വേർതിരിച്ച് വേണം അത് സ്റ്റോർ ചെയ്യാനായിട്ട്. പിന്നെന്താണ് പെർഫോം ഹാൻഡ് ഹൈജീൻ. പെർഫോം ഹാൻഡ് ഹൈജീൻ, കൈശുചിത്വം കൃത്യമായിട്ട് പാലിക്കേണ്ടതുണ്ട്. പെർഫോം ഹാൻഡ് ഹൈജീൻ. പിന്നെന്താ സ്റ്റെയിൻഡ് ആയിട്ടുള്ള നല്ലതാണ് കറ ഉള്ളതും അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള ലൗണ്ടറി എന്താണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ് കൈകൾ വൃത്തിയായിട്ട് ശുചിയാക്കിയിരിക്കണം. പ്രൊവൈഡ് ട്രെയിനിങ് ഓൺ പ്രോപ്പർ ലൗണ്ടറി ഹാൻഡ്ലിംഗ്. അപ്പൊ ലൗണ്ടറി പ്രോസസ്സുകൾ കൃത്യമായിട്ട് ചെയ്യുന്നതിന് പ്രത്യേകമായിട്ട് അവർക്ക് പരിശീലനങ്ങൾ സ്റ്റാഫുകൾക്ക് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് വേണം, ഫോളോ ചെയ്യുകയാണെന്ന് സ്റ്റാഫിന് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി അവർക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ലൗണ്ടറി സർവീസസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ കൃത്യമായിട്ട് എന്താണ് ഇതെല്ലാം തന്നെ പാലിക്കേണ്ടതുണ്ട്. യൂസ് PPE bag to collect stained linen, store stained and clean laundry separately, then perform hand hygiene. പിന്നെന്താണ് provide training on proper laundry handling. 5 കാര്യങ്ങളും എല്ലാ ലോണ്ടറി സ്റ്റാഫുകളും ഫോളോ ചെയ്യേണ്ടതാണ്. ഓക്കെ, യെസ് പോവല്ലേ, ഇതും കൂടി ഒന്ന് പറയട്ടെ. പ്രോസസിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. പ്രോസസിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. ലിനൻ വൃത്തിയാക്കുന്ന രീതികൾ എങ്ങനെയാണ്, എന്തൊക്കെ പ്രോസസ്സിലൂടെയാണ്? സോർട്ടിംഗ്. ഫസ്റ്റ് വരുന്നത് സോർട്ടിംഗ്. വേഗം പറഞ്ഞു കഴിയുന്നത് നോക്കാം. സോർട്ടിംഗ്. Use of linen should be collected from each department and separate linen stained with body fluid should be kept separately. അതായത് സോർട്ട് ചെയ്തെടുക്കുക അല്ലെ. കണ്ടാമിനേറ്റ് ടെയിൻഡ് ആയിട്ടുള്ള കറ ഉള്ളതൊക്കെ അത് കറ ഉള്ളതും കറയില്ലാതെ അതുപോലെ ബോഡി ഫ്ലൂയിഡ്സ് ഉള്ള ലിനൻസ് ഒക്കെ പ്രത്യേകമായിട്ട് നമ്മൾ സോർട്ട് ചെയ്ത് വേർതിരിച്ചെടുക്കേണ്ടതുണ്ട് അല്ലെ. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം എന്താണ് സ്ലൂസിങ് ആൻഡ് ഡിസിൻഫെക്ടിങ്. ആ വേർതിരിച്ച വസ്ത്രങ്ങൾ എന്താണ് സ്ലൂസിങ് ആൻഡ് ഡിസിൻഫെക്ട് പക്ഷെ വൃത്തിയായിട്ട് എന്ത് ചെയ്യണത് ഡിസിൻഫെക്ട് ചെയ്യണം, കഴുകേണ്ടതുണ്ട്. ഇതെങ്ങനെയായിരിക്കണം കഴുകേണ്ടത്? അതായത് ഇൻഫെക്റ്റഡ് ഉണ്ടാവും, അതുപോലെ തന്നെ അണുക്കളുള്ളതും ഉണ്ടാവും, പെയിന്റ് ആയിട്ടുള്ള കറയുള്ളതും ഉണ്ടാവും അല്ലെ. അതൊക്കെ എന്ത് ചെയ്യണം? ആഫ്റ്റർ സോക്കിംഗ് ഇൻ 0.5% ബ്ലീച്ചിങ് സൊല്യൂഷൻ അല്ലെ. 5% ബ്ലീച്ചിങ് സൊല്യൂഷൻ ഉപയോഗിച്ച് ഏകദേശം 30 minutes should be washed with water and detergent before washing. അതായത് ആദ്യം എന്താണ് ഒരു 30 minutes എങ്കിലും എന്താണ് ബ്ലീച്ചിങ് സൊല്യൂഷൻ ഉപയോഗിച്ച് അത് കുതിർത്തി വെക്കുക അല്ലെ, മുക്കി വെക്കുക. അതിനുശേഷം ആയിരിക്കണം എന്തെങ്കിലും ഡിറ്റർജന്റോ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യേണ്ടത്, അത് വാഷ് ചെയ്യേണ്ടത്. ഓക്കെ, then the soiled linen should be bundled and an entry should be made. The infected linen should be. പിന്നെ എന്താണ് അതിനുശേഷം ആ ബണ്ടിൽ ചെയ്ത്, അതായത് അമുക്കി വെച്ചിരിക്കുന്ന ബണ്ടിൽ ആ ലിനൻ എന്ത് ചെയ്യണം, സോയിൽഡ് ആയിട്ടുള്ള ലിനൻസ് എന്ത് ചെയ്യണം? The infected linen should be accounted for and handed over separately at this stage. എന്താണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്ത് മാറ്റണം. Then the linen should also be inspected for any damage. For tears എന്നുള്ളതില്ല കേട്ടോ, for any damage നോക്കാം കേട്ടോ. അതായത് എന്തെങ്കിലും തരത്തിലുള്ള വാഷ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജസ്, അതായത് എന്തെങ്കിലും തരത്തിൽ ഡാമേജസ് കാണുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ, അത് കൃത്യമായിട്ട് എന്തെങ്കിലും അതിൽ ഡാമേജ് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഇൻസ്പെക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് ഇതിനെ ക്ലീൻ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം സോക്ക് ചെയ്ത് വെക്കുക. 30 minutes എങ്കിലും ബ്ലീച്ചിങ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഡിറ്റർജന്റ് ഉപയോഗിച്ചിട്ട് അത് വാഷ് ചെയ്യണം. അതിനുശേഷം അല്ലെങ്കിൽ ആ ബണ്ടിൽ എന്ത് ചെയ്യണം, അത് സെപ്പറേറ്റ് ചെയ്യണം. ദെൻ ആ ഒരു സമയത്ത് എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജസുകൾ വന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കുകയും വേണം.
അറ്റ് ദി സ്റ്റേജിൽ. പിന്നീട് എന്താണ്, അതിനുശേഷമാണ് വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ്, അയണിങ്. The linen should be washed, taken out, conditioned and then ironed by the laundry staff. Infected linen should be washed separately. ഈ പ്രോസസ്സിന് ശേഷം എന്താണ്, കൃത്യമായി വാഷ് ചെയ്തു, എക്സ്ട്രാക്ട് ചെയ്യുന്നു, അത് കണ്ടീഷൻ ചെയ്യുന്നു, അയൺ ചെയ്യുന്നു അല്ലെ. പിന്നീട് അതിനുശേഷം എന്താണ്, എന്തെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് പിന്നീട് എന്ത് ചെയ്യും, വാഷ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്തതിനു ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഡ്രസ്സസിൽ എന്തെങ്കിലും കറയൊക്കെ കാണുന്ന സമയത്ത് പ്രത്യേകം പിന്നെയും മാറ്റി എന്താണ് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ലാസ്റ്റ് പ്രോസസ് ആണ് എന്ത്, പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിങ്. Pressing and folding. The pressed and folded clean linen should be stored in a dry place or racks. On racks. അതായത് ബാക്കി എന്താണ്, എല്ലാ പ്രോസസ്സും വാഷ് ഒക്കെ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും, കൃത്യമായി മടക്കി ക്ലീൻ ചെയ്തതിനു ശേഷം എന്താണ്, കൃത്യമായിട്ടുള്ള റാക്ക് ഉണ്ടാവും അല്ലെ, ക്ലോത്ത് വെക്കുന്ന പ്രത്യേക റാക്കുകളാണ്, ഡ്രൈ പ്ലേസസ് ആണ് അല്ലെ, അവിടെ കൃത്യമായിട്ട് മടക്കി അടക്കി എന്താണ് വെക്കുന്നതായിരിക്കും. The clean linen should be shifted transport on a clean trolley to various areas. അതിനുശേഷം എല്ലാ ക്ലീൻ ചെയ്ത ലിനൻസ് എന്താണ്, ഏതൊക്കെ ഏരിയസിലേക്കാണോ കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് രീതിയിൽ അതിന് ക്ലീൻ ആയിട്ടുള്ളത് ട്രോളിയിലായിരിക്കും അത് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും എന്ത് ചെയ്യുന്നത്, ഡെലിവർ ചെയ്യുന്നത്. ഓക്കെ, എല്ലാ ഏരിയസിലേക്കും അത് ട്രോളി ഉപയോഗിച്ച് ക്ലീൻ ആയിട്ടുള്ളത് ട്രോളിയിലായിരിക്കും ഡ്രസ്സുകൾ, ക്ലോത്ത്സുകൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്. അപ്പോ പ്രോസസ്സിംഗ് സോൾഡ് ലിനൻ എന്നുള്ളത് ഇവിടെ നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സോർട്ടിംഗ്, then sluicing and disinfecting, washing, extracting, conditioning, ironing, pressing and folding. ഈ ഒരു പ്രോസസ്സിലാണ് ലൗണ്ടറി സർവീസസിലെ ക്ലോത്ത്സുകൾ ഡിസിൻഫെക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, യെസ്, ഓക്കെ, മനസ്സിലായോ ഇത് പ്രോസസ്സിങ്? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ ഇത് പഠിച്ചാൽ മതി കേട്ടോ. ഈ ഫ്ലോ ചാർട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ക്ലിയർ ആണോ? അത് എന്തെങ്കിലും സംശയം ഉണ്ടോ? പ്രോസസ്സിംഗിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? കുറെ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും അല്ലെ. നമ്മള് ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. അഴുക്കായ വസ്ത്രങ്ങൾ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാം, എങ്ങനെയൊക്കെ മടക്കി വെക്കുക എന്നുള്ളത് തന്നെ വേറൊരു രീതിയാണെന്നുള്ളൂ അല്ലെ. ഓക്കെ, യെസ്, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നാളെ ടീച്ചർ ആയിരിക്കും കേട്ടോ. ഓക്കെ, യെസ്, ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിച്ചോട്ടെ. ക്ലിയർ ആണോ? അതിൽ സംശയം ഉണ്ടോ? ഓക്കെ, യെസ്, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറ്റുന്നവരൊന്ന് ചെയ്യാൻ പറ്റുമോ? ഹായ് സൗമ്യ, ആദ്യ, അയ്യോ എല്ലാവരെയും കണ്ടിട്ട്. വിനോദ് കുമാർ എന്ന് പറഞ്ഞ, ശരിക്കും വിനോദ് കുമാർ തന്നെയാണോ പേര്? ആണോ? ചെറിയ കുട്ടിയാന്ന് തോന്നുന്നുണ്ട. ഒരു മിനിറ്റ് കേട്ടാ, മൈക്ക് ഓഫ് ആണ്. ഓക്കെ, ആ സുഷ നോക്കട്ടെ, സുഷനെ കണ്ടില്ല. ഹായ് സാദിറ, ഹായ് മാം. ഐശ്വര്യ, ഹായ് രഞ്ജിയ, ഹായ് മാം. രഞ്ജിത, റീന. റീനയ്ക്ക് ഇങ്ങനെയാണ് നിങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നത്. വൃന്ദ, ഹരികൃഷ്ണൻ, നമ്മൾ പിന്നെ കാണാറുണ്ട് അല്ലേ. നമ്മള് പിന്നെ ഇൻസ്റ്റയില് കാണാറുണ്ട്. ഹായ് ജസ്ന, ജസ്നയുടെ മോളാണോ? ഹായ്, ഹായ് വരുന്നുണ്ട്. നിങ്ങള് പരസ്പരം ഇല്ല, നിങ്ങള് പരസ്പരം കണ്ടിട്ടുണ്ടോ? കേൾക്കുന്നില്ലേ? ഗ്രൂപ്പിൽ
ഓക്കെ ശ്രീലക്ഷ്മി. ഓക്കെ, എല്ലാവരും കണ്ടതിൽ എനിക്ക് സന്തോഷം. നമുക്ക് നേരിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടില്ലേ? കേട്ടു. അപ്പൊ പറ്റുന്നവരെല്ലാവരും വരണം കേട്ടോ ആ ഗ്രാജുവേഷൻ സെറിമണിയില്. ഓക്കെ മിസ്. നമുക്ക് ഏറ്റവും അഭിമാനമുള്ള ദിവസമല്ലേ അത്. ഇപ്പൊ 15th പ്രോഗ്രാമിന്റെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയായിരിക്കും കേട്ടോ. ഫസ്റ്റ് പരിപാടി ഈ സാറ്റർഡേ ആണ്. ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ ഒക്കെ പ്രോഗ്രാം ഉണ്ട്, അപ്പൊ കാണണം. ലൈവ് ഇല്ല, വീഡിയോസ് അയക്കും നിങ്ങൾ ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. ഓക്കെ, എന്നാൽ ലീവ് ചെയ്തോളൂ. കണ്ടതിൽ സന്തോഷമായിട്ട് എല്ലാവരെ. ഞാൻ വിചാരിച്ചത് താങ്ക് യു മാം. കാരണം കൊണ്ട് എല്ലാവരും കാണാനൊരു അവസരം ഉണ്ടായി. നേരിട്ട് നിങ്ങൾ വരാൻ പറ്റുന്നവര് വരണം കേട്ടോ. വിമൽ രാജ്, മാർട്ടിൻ മാർട്ടിൻ, ബൈ ബൈ. ശരി, ഓക്കെ. താങ്ക് യു സോ മച്ച്.